സംസ്ഥാനത്തെ ഇടവേളയ്ക്ക് ശേഷം മഴ ശക്തമാകുമെന്ന മുന്നറിയിപ്പുണ്ട്. നാളെ 4 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. കാലവർഷത്തിന്റെ ആദ്യഘട്ടത്തിൽ പെയ്ത മഴയുടെ തീവ്രത രണ്ടാം ഘട്ടത്തിൽ ഉണ്ടാകില്ലെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ നിഗമനം. വിവരങ്ങളുമായി അമൽ സുരേന്ദ്രനാണ് ചേരുന്നത്. അമൽ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ആ ഒരു ഫസ്റ്റ് സ്പെൽ ആദ്യഘട്ടം കഴിഞ്ഞു. ആദ്യഘട്ടം വളരെ തീവ്രമായിരുന്നു. ഇനി അടുത്ത ഘട്ടത്തിൽ അത്രയും മഴയുടെ ഒരു തീവ്രത ഉണ്ടാകില്ലെന്നാണല്ലോ പ്രവചനം. അങ്ങനെ തന്നെയാണ് ക്രിസ്റ്റീന. ഏതായാലും മഴയുടെ ഒരു തോത് അത് ആദ്യഘട്ടത്തിൽ വളരെയേറെയായിരുന്നു. അത് കേരളത്തിലാകെ വളരെ വലിയ നാശനഷ്ടങ്ങളാണ് സൃഷ്ടിച്ചത്. പ്രത്യേകിച്ച് നമ്മുടെ തീരമേഖലയ്ക്കാണ് ആദ്യഘട്ടം. കാലാവസ്ഥാ മാറ്റത്തിനുണ്ടാകുന്ന കാരണം എല്ലാം തീരമേഖലയാണ് അതിഗാഠമായിട്ട് ബാധിച്ചത്. ഏതായാലും മൺസൂണിൻ്റെ ഒരു വരവ് കേരള തീരത്ത് തൊട്ടതോടുകൂടി വളരെയധികം ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ട്. തീരമേഖലയിൽ മാത്രമല്ല, മലയോര മേഖലയിലും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. ഏതായാലും ഒരു ചെറിയ ഇടവേളയ്ക്ക് മഴയ്ക്ക് മാറി നിന്നതിന് ശേഷം ഇപ്പോൾ വീണ്ടും കാലാവസ്ഥ പ്രക്ഷുബ്ധമാവുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മൺസൂണിൻ്റെ രണ്ടാം വരവാണ് ഉണ്ടാകുന്നത്. പക്ഷേ ആദ്യഘട്ടം പോലെ തന്നെ അത്രയും തീവ്രമായിട്ടുള്ളൊരു മഴ ഉണ്ടാകില്ല എന്നാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ പ്രവചനം. ഏതായാലും നാളെ 4 ജില്ലകളിൽ എറണാകുളം, കോട്ടയം പത്തനംതിട്ട അടക്കമുള്ള 4 ജില്ലകളിൽ നാളെ യെല്ലോ അലർട്ടാണ്. അതിനുശേഷം 12-ാം തീയതി പല ജില്ലകളിലും റെഡ് അലേർട്ടിനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. പക്ഷേ നമുക്കറിയാവുന്നതാണ്, അത്ര ജാഗ്രത പുലർത്തുമ്പോൾ തന്നെയും ഒട്ടും ഭയപ്പെടേണ്ട കാര്യമില്ല എന്നാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉള്ള മുന്നറിയിപ്പ്. വിൻഡി പോലെയുള്ള സോഫ്റ്റ്വെയറുകളിൽ, കാലാവസ്ഥാ പ്രവചന സോഫ്റ്റ്വെയറുകളെല്ലാം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് മേഘാവൃതമായ ഒരു അന്തരീക്ഷമാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ശക്തമായൊരു മഴ ഉണ്ടാകും എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അങ്ങനെ പ്രക്ഷുബ്ധമായ ഒരു കാലാവസ്ഥയോ അപ്രചോദിതമായിട്ടുള്ള ഒരു മഴയോ ഉണ്ടാകുമെന്ന് ഈ അവസരത്തിൽ പറയാൻ സാധിക്കില്ല. നല്ല കാറ്റോട് കൂടിയിട്ടുള്ള മഴയ്ക്ക് തന്നെയാണ് സാധ്യത. ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ശക്തമായ അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നതിലും തോതിൽ കൂടിയ മഴ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ തീരപ്രദേശങ്ങൾ ജാഗ്രത പുലർത്തേണ്ടതും ഉണ്ട്. നമുക്കറിയാം, കള്ളക്കടൽ പ്രതിഭാസമെല്ലാം ഇപ്പോഴും നിലനിൽക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് മത്സ്യബന്ധനത്തിനും മറ്റുമായി പോകുന്നവർ പ്രത്യേകം ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. മലയോര മേഖലകളിൽ കാറ്റാണ് ഒരു ഭീഷണി. അത് മരങ്ങൾക്കും കൃഷിക്കുമെല്ലാം നാശമുണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. ക്രിസ്റ്റീന. ശരി, അമൽ സുരേന്ദ്രനാണ് കൊച്ചിയിൽ നിന്ന് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകിയത്.